ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു പുതിയൊരു USB മൊഡ്യൂൾ പരിചയപ്പെടുത്താനാണ്. അതായത് നമ്മൾ ജി സ്റ്റാറിന്റെ പല ടൈപ്പിലുള്ള USB മൊഡ്യൂളുകൾ പരിചയപ്പെടുത്തിയായിരുന്നു. അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള 092 എന്ന് പറയുന്ന ഒരു പുതിയൊരു മൊഡ്യൂളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോയും അതുപോലെ തന്നെ അതിന്റെ ഫങ്ഷൻസും അതുപോലെ തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്കാണ് പോകുന്നത്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതിലേക്ക് നമുക്കൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു കേബിൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ടത് ഒരു പുതിയൊരു ഒരു രീതിക്കാണ് അവരൊരു റിമോട്ടും കൂടെ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു റിമോട്ടാണ്. ഇതിൽ നമുക്കൊരു 2.1ഉം 2ഉം ഒക്കെ മോഡൊക്കെ ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു റിമോട്ട്. ഇനി ഇതിൻ്റെ മൊഡ്യൂളിലേക്ക് വരുവാണെങ്കിൽ കണ്ടില്ലേ, നല്ല ചെറിയ സൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള രീതിക്കാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കമ്പോണൻസ് ഒക്കെ ആണെങ്കിലും നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടാണ് തന്നെയാണ് ഇതിൻ്റെ മേക്കിംഗ് വന്നിരിക്കുന്നത്. ഇതൊരു 2.1 USB മൊഡ്യൂളാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 മൈക്കും അതുപോലെ തന്നെ മൈക്കിൻ്റെ എക്കോ ഡീല്, ബാസ്, ട്രിബിൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ മൊഡ്യൂൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ USB-യുടെ സോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണക്ഷൻസ് എങ്ങനെ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അതിലേക്ക് ആദ്യം വരുന്നതിൻ്റെ അകത്ത് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻകോഡറാണ്. എൻകോഡർ വെച്ചിട്ട് നമുക്ക് വോളിയം കൂട്ടാനും അതുപോലെ തന്നെ ഇൻപുട്ട് സെലക്ട് ചെയ്യാനും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ ഇതിലേക്കാണ് 2 മൈക്ക് ഇൻപുട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓഡിയോ ഔട്ട് വരുന്നത് 2.1 എന്ന രീതിക്കാണ്. സബ് ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമ്മുടെ ഫ്രീക്വൻസി കട്ട് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഔട്ട് കിട്ടുന്നുണ്ട്. പിന്നെ 2 സ്റ്റീരിയോ ഇൻപുട്ട്, ഇത്രയുമാണ് ഇതിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 5 വോൾട്ടേജ് DC-യിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഓവറോൾ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിമോട്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഈ കൺട്രോൾ, ഈ ചെറിയ സ്വിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മോഡ് സെലക്ട് ചെയ്യാനും നെസ്റ്റും പോസ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എൻകോഡർ ഉള്ളതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 2.1 ആംപ്ലിഫയർ ഒക്കെ ചെയ്യുന്നവർക്ക് ഉപകാരമാകുന്ന രീതിക്ക് തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 5 വോൾട്ടേജ് കണക്ഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ വർക്കിങ്ങും ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു കറക്റ്റ് ഒരു 5 വോൾട്ടേജ് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഗ്രൗണ്ട് ഏതാണ്ട് പ്ലസ് എന്ന രീതിക്ക്. അത് അതേപടി തന്നെ ചെക്ക് ചെയ്തിട്ട് തന്നെ ഇതിലേക്ക് കണക്ഷൻസ് കൊടുക്കുക. അത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് അവിടെ കറക്റ്റായിട്ട് തന്നെ ഒന്നും കൂടെ പറയുന്നത്. കാരണം ഇത് മാറിപ്പോലെ നമ്മുടെ ബോർഡ് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ തന്നെ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഇത് ഓൺ ആയിട്ടുണ്ട്. ഓൺ ആകുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്, വലിയ ഡിസ്പ്ലേ ആണ്. നോർമൽ USB-ൽ കാണുന്നേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ളൊരു ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമുക്ക് റിമോട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഇൻപുട്ടുകളും മോഡുകളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാം. 2 ഓക്സ് ഇൻപുട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ സാധിക്കണ്ടില്ലേ. മോഡിലൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും ഓക്സ് 1, ഓക്സ് 2 വരുന്നുണ്ട്. അടുത്ത് നമുക്ക് ബ്ലൂടൂത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് FM കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് USB ഉണ്ട്. USB-യുടെ നമുക്ക് ജസ്റ്റ് ഒരു USB ഇൻസേർട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് വരുന്ന രീതിയിലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെയാണ് USB-യുടെ സോക്കറ്റ് വരുന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്ന പുതിയൊരു മൊഡ്യൂള്, നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇപ്പോൾ വോളിയം കൂട്ടാനും അതുപോലെ തന്നെ മൈക്കിൻ്റെ വോളിയം കൂട്ടാനും എക്കോ വരുന്നുണ്ട്, ഡിലേ വരുന്നുണ്ട്. ഒരു കരോക്കെ മ്യൂസിക് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കിറ്റ് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാസും ട്രിബിളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാസ് നമുക്ക് മാക്സിമം 15 വരെയും ട്രിബിളും 15 വരെയും നമുക്ക് കൂട്ടാൻ പറ്റുന്നുണ്ട്. പിന്നെ വോളിയത്തിലേക്ക് നോക്കുവാണെങ്കിൽ വോളിയം മാക്സിമം നമുക്ക് 50 വരെ ഇതിൻ്റെ അകത്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, ഇത് ട്രിബിൾ നമുക്ക് 15 വരെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സബ് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനും സബിൻ്റെ വോളിയം പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ വോളിയമാണ്. മാസ്റ്റർ വോളിയം നമുക്കൊരു 50 വരെ കയറ്റിക്കൊണ്ട് വരാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ബോർഡുമായിട്ട് വെച്ച് ചെക്ക് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും നമുക്കൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് തന്നെ ഈ ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ചെക്കും വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് ഉടനെ തന്നെ. എന്തായാലും ഓവറോൾ നമ്മൾ ചെക്ക് ചെയ്ത് ഇതിൻ്റെ പെർഫോമൻസ് എല്ലാം നോക്കുമ്പോഴത്തേനും നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ മൊഡ്യൂളിൽ തന്നെ പെർഫോമൻസ് നമുക്ക് ഈ ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വർക്കിംഗ് വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇതിന്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കാം.
ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് www.dinosaur.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക, പർച്ചേസ് ചെയ്യുക. അതല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും നമ്മളത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.